നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, ദാനമാണ്. ഗിഫ്റ്റിനെ ദൈവത്തെക്കാൾ സ്നേഹിക്കരുത്, ദാനത്തെ ദൈവത്തെക്കാൾ സ്നേഹിക്കരുത്. ദാനത്തെ ദൈവത്തെക്കാൾ സ്നേഹിക്കുമ്പോൾ, ഗിഫ്റ്റിനെ ദൈവത്തെക്കാൾ സ്നേഹിക്കുമ്പോൾ, നമുക്കുള്ളതിനെ ദൈവത്തെക്കാൾ സ്നേഹിക്കുമ്പോൾ അവിടെ തന്നെ തകരാറുണ്ടാകും. ഒന്നിനോടും ദൈവത്തെക്കാൾ ഉപരി സ്നേഹം ഉണ്ടാകരുത്. കർത്താവ് നിമിത്തം എന്തിനേയും നഷ്ടപ്പെടുത്തുവാൻ റെഡിയായിരിക്കണം. അതാണ് ഒരു ദൈവത്തിൻ്റെ പൈതൽ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞാൽ എന്തും ചെയ്യാൻ റെഡിയാണ്. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ മകൻ, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ തന്നെ മോറിയ മലയിൽ എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. അബ്രഹാം റെഡിയായി. കാരണം എന്തെന്നറിയാമോ? അബ്രഹാമിൻ്റെ ഉള്ളിൽ ദൈവത്തോടാണ് സ്നേഹം കൂടുതൽ. അബ്രഹാം മകനെ സ്നേഹിച്ചു. സ്നേഹം ദൈവത്തെക്കാൾ ഉപരി കൂടി വന്നപ്പോൾ ദൈവം പറഞ്ഞു, യാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രഹാം ഉടനെ റിയലൈസ് ചെയ്തു. അബ്രഹാം ഉടനെ ചിന്തിച്ചു, തിരിച്ചറിഞ്ഞു, ഞാൻ ദൈവത്തോട് സമയം ചിലവഴിക്കുന്നതിനേക്കാൾ എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റിനോട് ഞാൻ സമയം ചിലവഴിച്ചു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ സ്നേഹം, ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം ദൈവത്തിന് തന്നെ കൊടുക്കണം. ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, കൽപ്പനകൾ അനുസരിക്കുവാൻ എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ അത് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല.